മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ലഭിക്കുന്നത് എന്തും സ്വീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. നീ പുഞ്ചിരിക്കുക, എന്തെന്നാൽ നിന്റെ സങ്കടത്താൽ ഈ ലോകം മാറാൻ പോകുന്നില്ല. ക്ഷമയേറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്കെത്താൻ മാർഗങ്ങളുണ്ടാകും. അതിനാൽ പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിശ്ചയമായവ ഉപേക്ഷിച്ച് നിശ്ചയമില്ലാത്തതിന്റെ പിറകെ പോകുന്നവർക്ക് നിശ്ചയമായവയും നഷ്ടമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും, എന്നിട്ട് നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തില്ല. അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന് ദുഃഖം വിൽക്കാൻ കഴിയുന്നില്ല, മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ കഴിയുന്നില്ല. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക: വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.